എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ രാഗി ഹഗ് ചെയ്ത് ഫെലി കിടക്കുമ്പോൾ അവൾ സ്മൈൽ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവളെ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. എന്നിട്ട് അവളുടെ അടുത്ത് ഒരു പില്ലോ എടുത്തു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഫെലി ഉണരുന്നു. ആ പില്ലോ കൊണ്ട് അവനെ അടിക്കുന്നുണ്ട്. ഒരു വിധത്തിൽ അവളെ അവൻ ശാന്തമാക്കുന്നുണ്ട്. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ലെന്ന് അവൻ പറയുന്നു. നീ എൻ്റെ റൂമിൽ എന്ത് ചെയ്യാണ്, അതും എൻ്റെ ഇത്രയും ക്ലോസ് ആയിട്ടെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യായിരുന്നു. സോഫയിൽ കിടന്ന് നീ ഉറങ്ങുന്ന കണ്ട് നിന്നെ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയതാണ്. നീയാണ് എൻ്റെ കൈ പിടിച്ച് എന്നെ ഹഗ് ചെയ്തെന്ന് അവൻ പറയുന്നു. നിന്റെ കയ്യിൽ ഞാൻ പിടിച്ചെന്നോ? ഇതൊരിക്കലും പോസിബിൾ അല്ലെന്ന് ഫെലി പറയുമ്പോൾ നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാമെന്ന് രാഗ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഫെലിക്ക് വിശ്വാസമാകുന്നുണ്ട്. നീ ആ സോഫയിൽ കംഫോർട്ടബിൾ അല്ലാതെ കിടക്കുന്ന കണ്ട് കഷ്ടം തോന്നിയാണ് ഞാൻ നിന്നെ എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുവന്നത്. ഇൻഫാക്ട് നീ അതിന് എന്നോട് താങ്ക്സ് പറയണം എന്ന് രാഗ പറയുന്നു. ഞാൻ പറഞ്ഞിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇനി മേലെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിപ്പോൾ നന്നായിട്ട് ഉറക്കം വരുന്നു. നീ റൂമിൽ നിന്ന് പോകാൻ ഫെലി പറയുന്ന കേട്ട് രാഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. ഒരു താങ്ക്സ് പോലും നിനക്ക് എന്നോട് പറയാൻ പറ്റില്ല രാഗ ചോദിക്കുമ്പോൾ ഫെലി മൈൻഡ് ചെയ്യാതെ അവിടെ കിടക്കുന്നു. അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകാൻ തുടങ്ങുന്നു. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ മെഡിസിൻ അവൾക്ക് കൊടുക്കുന്നു. ഈ മെഡിസിൻ നിന്റെ അലർജിക്കുള്ളയാണ്. കുരങ്ങിനെ പോലെ നീ ഫുൾ ഡേ ഈ വീട്ടിൽ ചൊറിഞ്ഞടക്കുന്ന കാണാൻ എനിക്ക് വയ്യെന്ന് അവൻ പറയുന്നു. എന്നിട്ട് റൂമിൻ്റെ വെളിയിലേക്ക് വരുന്നുണ്ട്. നാവിറോ ഹെൽഗയും ഓൾറെഡി റൂമിൻ്റെ ഫ്രണ്ടിൽ അവനെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടാളും അവനെ ടീസ് ചെയ്തുകൊണ്ട് നീ ഇത്രയും ലേറ്റ് ആയിട്ട് ഫെലിയ റൂമിൽ എന്ത് ചെയ്യാണ്? നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. രാഗ അവരെ മൈൻഡ് ചെയ്ത് അവിടുന്ന് പോകുന്നു. റൂമിൽ വന്ന ശേഷവും ഫെലിയെക്കുറിച്ച് ആലോചിച്ച് രാഗ സ്മൈൽ ചെയ്യുന്നുണ്ട്. താൻ ഇങ്ങനെ സ്മൈൽ ചെയ്യുന്ന കാര്യം അവൻ സ്വയം റിയലൈസ് ചെയ്യുന്നില്ല. പെട്ടെന്ന് റിയലൈസ് ചെയ്യുമ്പോൾ തനിക്കിത് എന്തു പറ്റി, താൻ എന്തിനാ ഫെലിയെക്കുറിച്ച് ആലോചിച്ച് സ്മൈൽ ചെയ്യുന്നതെന്ന് അവൻ സ്വയം ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ എല്ലാവരും സ്കൂളിൽ പോകാൻ റെഡിയാകുകയാണ്. രാഘ ഫെലിയെടുത്തു വന്ന് നിന്നെ ഞാൻ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് പറയുന്നു. നാവിറോ ഇവരെ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ട്. ഹെൽഗയോട് ശ്രദ്ധിക്കാൻ പറയുന്നു. ഫെലി രാഗയോട് ഒരു മറുപടിയും പറയാതിരിക്കുന്ന കാണുമ്പോൾ രാഘ അവളോട് ശരി, നീ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് പോകാമെന്നും അവൻ പറയുന്നു. അത്രയും ദൂരം വരെ ഫെലി ഒറ്റയ്ക്ക് പോകില്ലെന്നും സോ താനല്ലാതെ അവളുടെ പക്കൽ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇല്ലെന്നും അവൻ അറിയാമായിരുന്നു. ഞാൻ നിന്റെ കൂടെ വരികയാണെങ്കിൽ നീ പാതി വഴി വെച്ച് എന്നെ ഇറക്കി വിടുമെന്ന് ഫെലി പറയുന്നുണ്ട്. ജോർദൻ റെഡിയായി വരുന്ന കാണുമ്പോൾ അവൾ അവനോട് നീ എന്നെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാൻ ചോദിക്കുന്നു. അവൻ സമ്മതിക്കുന്നുണ്ട്. ഫെലി ഹാപ്പിയായി അവൻ്റെ കൂടെ പോകുന്നു. ഇത് കാണുന്ന രാഗയാകട്ടെ ഒരുപാട് ജലസാകുന്നുണ്ട്. നാവിറോ ഹെൽഗി ഇതെല്ലാം കണ്ട് രാഗയെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. രാഗ ദേഷ്യത്തിൽ അവരെ നോക്കുന്നു. നിങ്ങൾ സ്കൂളിലേക്ക് നടന്നു വന്നാൽ മതി എന്ന് പറഞ്ഞ് രാഗ ദേഷ്യത്തിൽ അവിടുന്ന് പോകുമ്പോൾ അവർ രണ്ടാളും അവന്റെ പിറകെ ഓടുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സ്കൂളാണ് കാണിക്കുന്നത്. ഡവീൻ എന്ന പേരുള്ള സ്റ്റുഡന്റ് കായിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു തന്റെ ഫോട്ടോ ആരെയും കാണിക്കരുതെന്നും അത് ഡിലീറ്റ് ചെയ്യണമെന്നും. സത്യത്തിൽ ഡവീന കായുടെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. അവളുടെ കുറച്ച് ഫോട്ടോസ് അവന്റെ കയ്യിലുണ്ട്. ഇതും പറഞ്ഞ് അവൻ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു. തന്റെ ഫോട്ടോസ് നെറ്റിലിടരുന്ന് പറഞ്ഞ് ഡെവീന കായു റിക്വസ്റ്റ് ചെയ്യുന്നു. അതേസമയം ഫിൽ നടന്നു വരായിരുന്നു. മുകളിൽ നിന്ന് സൗണ്ട് കേൾക്കുമ്പോൾ അവൾ അവിടേക്ക് വരുന്നുണ്ട്. അവളെ രാഗ കാണുന്നു. അവനും അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ സൗണ്ട് വരുന്ന ടെറസിൽ നിന്നാണെന്ന് ഫെലിക്ക് മനസ്സിലാകുന്നു. അവൾ കായയും ഡെവീനയും കാണുന്നുണ്ട്. ഡെവീന ഓടി ടെറസിന്റെ എൻഡ് പോയിന്റിലേക്ക് വരുന്നു. എന്റെ ഫോട്ടോസ് നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടി മരിക്കുമെന്ന് ഡെവീന പറയുന്നു. പക്ഷെ ഇതെല്ലാം കണ്ട് കായ് അവളെ കളിയാക്കുന്നു. ഈ ഗേൾസ് എല്ലാം എന്താ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് അവരുടെ സ്ഥിര സ്വഭാവമാണെന്ന് അവൻ പറയുന്നുണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ ചാടി സൂയിസൈഡ് ചെയ്യുമെന്ന് ഡെവീന വീണ്ടും പറയുന്നു. അപ്പോഴേക്കും ഫെലി അവിടേക്ക് വരുന്നുണ്ട്. നീ ഡെവീനയോട് ചെയ്യുന്നത് ഒരുപാട് തെറ്റാണെന്ന് പറഞ്ഞ് അവൾ അവനെ കൺഫ്രണ്ട് ചെയ്യുന്നു. കായ്ക്ക് ദേഷ്യം വരുന്നു. അവളെ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ രാഗ കറക്റ്റ് സമയത്ത് വന്ന് അവളെ പിടിക്കുന്നു. കായും രാഗയും പരസ്പരം ഓരോന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഫെലി നോക്കുമ്പോൾ ഡെവീന അവിടുന്ന് ചാടാൻ ശ്രമിക്കുകയാണ്. അവൾ അവിടേക്ക് ഓടി വരുന്നു. എന്നിട്ട് ഡെവീനയോട് നീ സൂയിസൈഡ് ചെയ്യരുതെന്നും ലൈഫ് ഒരുപാട് പ്രഷ്യസ് ആണ്, കായെ പോലുള്ള ഒരാൾക്ക് വേണ്ടി നീ നശിപ്പിക്കരുതെന്ന് ഫെലി പറയുന്നു. നിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷേ സൂയിസൈഡ് ഒന്നിൻ്റെ സൊല്യൂഷനല്ല. നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം. നിന്റെ പേരൻസിനെ കുറിച്ച് ചിന്തിക്കാനും ഫെലി അവളോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ ഡെവീനയ്ക്ക് മനസ്സിലാകുന്നു താൻ ചെയ്യാൻ പോകുന്നത് വലിയ തെറ്റാണെന്ന്. ഫെലി ഡെവീനയുടെ കൈ പിടിക്കുന്നു.
നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ട്. കാർഡ് എടുത്തു വരുമ്പോൾ ഡെവിൻ അവന്റെ കാലിൽ പിടിക്കുന്നു. തന്റെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞ് അവൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കായ് ഇതൊന്നും കേൾക്കാതെ അവളെ പുഷ് ചെയ്യുന്നു. ഫെലി അവളെ പിടിക്കുന്നുണ്ട്. രാഘവ് ദേഷ്യത്തിൽ കായെ പുഷ് ചെയ്യുന്നു. എന്നിട്ട് ഫെലിയോട് ഡെവിനെയും കൂട്ടി അവിടുന്ന് പോകാൻ പറയുന്നു. ഫെലി ഇത് സമ്മതിക്കുന്നില്ല. ഇവർ 3 പേരുണ്ട്, നീ ഒറ്റയ്ക്കെന്ന് അവൾ പറയുമ്പോൾ നീ എന്നെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അവൻ പറയുന്നു. അപ്പോൾ ഡെവിയുടെ കണ്ടീഷനും ഒരുപാട് മോശമാകുന്നുണ്ട്. ഫെലിയുടെ മുന്നിൽ മറ്റു വഴിയൊന്നുണ്ടായിരുന്നില്ല. അവൾ ഡെവിനെ കൂട്ടി അവിടുന്ന് പോകുന്നു. കായുടെ 2 ഫ്രണ്ട്സ് രാഗയെ പിടിക്കുന്നു. എന്നിട്ട് അവനോട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. പക്ഷെ രാഗ് ഒരു വിധത്തിൽ അവരെ ഓവർപവർ ചെയ്യുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അതേസമയം ഫെലി ഇവിടെ ഡെവിനെ കൂട്ടി പോവുകയാണ്. നമുക്ക് ആദ്യം ടീച്ചറിൻ്റെ അടുത്ത് പോകാം, എന്നിട്ട് കായെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാമെന്ന് ഫെലി പറയുമ്പോൾ ഡെവിനെ സമ്മതിക്കുന്നില്ല. നീ ആദ്യം എന്നെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ അവൾ പറയുന്നു. കാരണം ഡെവിൻ്റെ ഹെൽത്ത് ഒരുപാട് മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ താഴെ വീഴുന്നു. തൻ്റെ ചെസ്റ്റിൽ നല്ല പെയിൻ ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ ബോധം നഷ്ടമാകുന്നു. ഫെലിക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട്. അവൾ ഹെൽപ്പിന് വേണ്ടി വിളിക്കുന്നു. ഇവിടെ വെച്ച് സീൻ കട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ ഫെലി വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് സ്റ്റെപ്പിലിരുന്ന് ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നുണ്ട്. രാഗ അവരെ ഹെൽപ്പ് ചെയ്തതും താൻ വിചാരിച്ച പോലെ രാഗ അത്രയ്ക്ക് ഒരു ബാഡ് പേഴ്സൺ അല്ലെന്നെല്ലാം അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ സ്കൂൾ ടൈം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബാഗെല്ലാം പാക്ക് ചെയ്യാണ്. ഫെലിയും പോകാൻ വേണ്ടി റെഡിയാകുമ്പോൾ ജോർഡൻ പോകുന്നത് രാഗ ശ്രദ്ധിക്കുന്നു. സോ ഫെലിയോട് തൻ്റെ കൂടെ വരാൻ പറയാനായി രാഗ അവളുടെ അടുത്തേക്ക് വരുന്നു. അപ്പോഴേക്കും ഹേമ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിന്നെ വേണമെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, ഇന്ന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇല്ലെന്ന് അവൻ പറയുന്നു. അവൾ സമ്മതിക്കുന്നു. രാഗ ഫെലിയോട് എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും ടീച്ചർ അവിടേക്ക് വരുന്നു. എന്നിട്ട് രാഗയോട് പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. പ്രിൻസിപ്പൽ എന്തിനെ തന്നെ വിളിക്കുന്നതെന്ന് ആലോചിച്ച് രാഗ ആകെ കൺഫ്യൂസ് ആകുന്നു. കാര്യം എന്താണെന്ന് ഹേമയ്ക്ക് അറിയാമായിരുന്നു. പോകുന്ന വഴിക്ക് അവനെ തട്ടിയ ശേഷം രാഗ അവിടുന്ന് പോകുന്നുണ്ട്. ഇവൻ ഇങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന് ഹേമ പറയുമ്പോൾ കാര്യം എന്താണെന്ന് ഫെലി ചോദിക്കുന്നു. എന്താ കാര്യമെന്ന് നിനക്കും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാകുമെന്ന് ഹേമ പറയുന്നുണ്ട്. ഫെലിക്ക് എന്തോ സംശയം തോന്നുന്നു. ഞാൻ ഇപ്പോഴേ ഓർത്തത് എനിക്ക് ഹോംവർക്ക് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ടീച്ചർ രാഗയും കൂട്ടി പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വരുന്നു. കായ് ഓൾറെഡി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ രാഗയോടും അവിടെ ഇരിക്കാൻ പറയുന്നു. ഞാൻ നിന്നെ ഇന്നിവിടെ വിളിപ്പിച്ചത് ഒരു ഇമ്പോർട്ടൻറ്റ് കേസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ കേസ് ഡെവിനുമായി റിലേറ്റഡ് ആണ്. ഡെവിനയുടെ കണ്ടീഷൻ ഒരുപാട് മോശമായതുകൊണ്ട് അവളെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുകയാണ്. അവളിപ്പോൾ വലിയ ട്രോമയിലാണ്. സ്കൂളിൽ പോലും വരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രിൻസിപ്പൽ പറയുമ്പോൾ തെറ്റ് ചെയ്ത ആരാണെങ്കിലും അവർക്ക് ശിക്ഷ കൊടുക്കണം, അവരെ സസ്പെൻഡ് ചെയ്യണമെന്ന് രാഘവ് പറയുമ്പോൾ നീ പറഞ്ഞ ശരിയാണ്, തെറ്റ് ചെയ്ത ആൾക്ക് ശിക്ഷ കിട്ടണം, അതുകൊണ്ട് നിന്നെ സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. ഇത് കേട്ട് രാഘ ഷോക്കാകുന്നുണ്ട്. എന്നെ എന്തിനാണെന്ന് ചോദിച്ച് രാഘ കായിയെ നോക്കുന്നു. കായ് സ്മൈൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം പിന്നിൽ കായിയാണെന്ന് രാഘയ്ക്ക് മനസ്സിലാകുന്നു. ഡെവീന എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. നീ അവളെ ബുള്ളി ചെയ്തെന്നും ആ കാരണത്തിലാണ് അവൾക്ക് ഈ അവസ്ഥ വന്നതെന്നും ഞാൻ അവിടെ അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയതാണെന്ന് രാഘ പറയുന്നു. പക്ഷെ രാഘ എന്തൊക്കെ പറഞ്ഞിട്ടും പ്രിൻസിപ്പൽ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ എൻ്റെ പക്കൽ ഒരു വിറ്റ്നസ് ഉണ്ടെന്നും രാഘ പറയുന്നു. അവൻ ഫെലിയുടെ പേര് പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഫെലി നടന്നു വരുമ്പോൾ ഒരു ടീച്ചർ അവളുടെ അടുത്ത് വരുന്നു. എന്നിട്ട് അവളോട് നിന്നെ പ്രിൻസിപ്പൽ വിളിക്കുന്നു പറയുന്നുണ്ട്. അവൾ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വരുന്നു. രാഗയും കായും ഓൾറെഡി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഫെലിയോടും അവിടെ ഇരിക്കാൻ പറയുന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും അവളോട് ചോദിക്കുന്നുണ്ട്. ഡെവീനയുടെ ഇഷ്യൂ നടക്കുമ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നുവെന്ന് എന്നോട് രാഘവ് പറഞ്ഞത് പ്രിൻസിപ്പൽ പറയുമ്പോൾ ശരിയാണ്, ആ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അവൾ പറയുന്നു. എന്താ സംഭവിച്ചെന്ന് എന്നോട് പറയാൻ പ്രിൻസിപ്പൽ പറയുമ്പോൾ ഡെവീനയ്ക്ക് സംഭവിച്ചത് ഒരുപാട് മോശം കാര്യമാണ്, ഇതെല്ലാം ചെയ്തത് കായാണെന്നും ഫെലി പറയുന്നു. കായ് ഡെവീനെ പുഷ് ചെയ്തായിരുന്നു, ആ കാരണത്തിലാണ് അവളുടെ ഹെൽത്ത് ഇത്രയും മോശമായെന്നും ഫെലി പറയുന്നു. ഫെലി പറയുന്നെല്ലാം കള്ളമാണ്, ഇവൾ രാഗയെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് കായും പറയുന്നു. കായ് പറയുന്നെല്ലാം കള്ളമാണ്, ഡെവീനെ ബുള്ളി ചെയ്ത് കായാണെന്ന് ഫെലി പറയുന്നു. താങ്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാനും ഫെലി പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ നടന്ന സ്ഥലത്ത് ക്യാമറാസ് ഇല്ലെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. താൻ പറയുന്ന സത്യമാണെന്ന്
എങ്ങനെ പ്രൂവ് ചെയ്യുമെന്ന് ഫെലിക്ക് അറിയാതിരിക്കുകയാണ്. താൻ പറയുന്ന സത്യമാണെന്ന് പ്രൂവ് ചെയ്യാൻ തൻ്റെ പക്കൽ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞ് കായ് അവൻ്റെ ഫോൺ എടുത്ത് പ്രിൻസിപ്പലിനെ കാണിക്കുന്നു. ആ ഫോണിൽ ഡെവിനയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. മെസ്സേജിൽ ഡെവിന കായിയോട് തന്നെ ബുള്ളി ചെയ്ത് രാഗയാണെന്നും ഈ കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പലിനോട് പറയണമെന്നും കായോട് പറയുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ രാഗയും ഫെലിയും ഈ മെസ്സേജ് കാണിക്കുന്നു. രണ്ടുപേരും ഷോക്ക് ആകുന്നുണ്ട്. ഡെവിന എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് ആലോചിച്ച്. ഇവിടെ തെറ്റ് ചെയ്ത് രാഗയാണെന്ന കാര്യം പ്രൂവായി. അതുകൊണ്ട് രാഗയെ സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. രാഗയെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് നിന്നെ സസ്പെൻഡ് ചെയ്യുകയാണെന്ന് പ്രിൻസിപ്പൽ ഫെലിയെ നോക്കി പറയുന്നു. ഫെലി ഇത് കേട്ട് ഒരുപാട് ഷോക്ക് ആകുന്നുണ്ട്. ഞങ്ങൾ എന്തിനാ സസ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ സസ്പെൻഷൻ ഡിസേർവ് ചെയ്യുന്നത് കായാണെന്ന് ഫെലി പറയുന്നു. ഡെവിനെ ബ്ലെയിം ചെയ്ത് എന്നെയാണ്, ഫെലിയല്ല. സോ പണിഷ്മെന്റ് കിട്ടേണ്ടത് തനിക്ക് മാത്രമാണെന്ന് രാഗ പറയുന്നു. ഫെലി വെറുതെ വിടാനും പറയുന്നുണ്ട്. പക്ഷെ പ്രിൻസിപ്പൽ കേൾക്കുന്നില്ല. രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് കായ് സ്മൈൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ജോർഡൻ റൂമിലിരിക്കുമ്പോൾ ബായും അവനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് ഇന്ന് രാത്രി തന്നെ വന്ന് മീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. സംസാരത്തിനിടയിൽ ക്യാഷിനെ കുറിച്ചും ബായും പറയുന്നു. ജോർഡൻ സമ്മതിക്കുന്നുണ്ട്. ഇന്ന് വന്ന് മീറ്റ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. ഇവിടെ രാഗയും ഫെലിയും എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കായ് എന്തിന് നിന്നോട് ഇങ്ങനെ ചെയ്തെന്ന് ഫെലി ചോദിക്കുമ്പോൾ ഞാനും കായും കുറെ നാളുകളായിട്ട് എനിമീസ് ആണെന്ന് രാഗ പറയുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും നമ്മൾ തെറ്റുകാരല്ലെന്ന് പ്രൂവ് ചെയ്യണമെന്ന് രാഗ പറയുന്നു. രണ്ടുപേരും എന്തെങ്കിലും വഴിയുണ്ടെന്ന് ആലോചിക്കുന്നുണ്ട്. പെട്ടെന്ന് ഫെലി അവനോട് ഡെവീന ഏത് ഹോസ്പിറ്റലാണെന്ന കാര്യം നിനക്ക് അറിയാമെന്ന് ചോദിക്കുന്നു. ഈ സീനിൽ ബായിമിനെ കാണാനായി ജോർദൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വന്നിരിക്കുകയാണ്. അവൻ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. ബായിം അവനെ ഒരുപാട് പുകഴ്ത്തുന്നു. നിന്റെ ഡെമോ സോങ് നമ്മൾ നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒന്നുകൂടി റെക്കോർഡ് ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ജോർദൻ ഒരുപാട് ഹാപ്പിയാകുന്നു. നിന്റെ സോങ് കേൾക്കാൻ വില്ലിങ് ആയിട്ട് ഒരു പബ്ലിഷറിനെ കിട്ടിയെന്നും ബായിം പറയുന്നു. ഇതെല്ലാം കേട്ട് ജോർദന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൻ്റെ സ്വപ്നങ്ങൾ ഇത്ര പെട്ടെന്ന് സബലീകരിക്കുന്നുവെന്ന്. ബായിം അവനോട് പണത്തിൻ്റെ കാര്യം ചോദിക്കുന്നു. താൻ ഇന്നെ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ജോർദൻ പറയുന്നുണ്ട്. ഇവിടെ ഫെലി ഡെവിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് റിസപ്ഷനിസ്റ്റിനോട് ഡെവിനെ റൂം നമ്പർ ചോദിക്കുന്നു. കമ്പ്യൂട്ടർ ചെക്ക് ചെയ്ത ശേഷം നഴ്സ് അവളോട് ഡെവിനെ കാണാൻ പുറത്തുനിന്ന് ആരും അനുവദിക്കുന്നതല്ല. ഞങ്ങൾക്ക് സ്ട്രിക്ട്ലി ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഡെവിനെ വിസിറ്റ് ചെയ്യാൻ അവളുടെ ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ എന്ന്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ഫെലി ആ കൺഫ്യൂസായി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ ഇരിക്കുന്ന ഒരു ഫുഡ് ട്രേ കാണുന്നു. അതിൽ ഡെവിയുടെ പേരുണ്ടായിരുന്നു, അവളുടെ റൂം നമ്പറും. മറ്റൊരു നഴ്സ് വന്ന് ആ ഫുഡ് ട്രേ കൊണ്ടുപോകുന്നത് ഫെലി ശ്രദ്ധിക്കുന്നു. അവൾ ആരും കാണാതെ ആ നഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഡെവിനെ റൂം എവിടെയാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നഴ്സ് റൂമിൻ്റെ അകത്ത് പോയി ഡെവിനേക്ക് ഫുഡ് കൊടുത്ത ശേഷം വെളിയിലേക്ക് വരുന്നുണ്ട്. ഈ അവസരത്തിൽ ഫെലി ഡെവിനെ റൂമിലേക്ക് വരുന്നു. അവിടെ കായുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ മറഞ്ഞു നിൽക്കുന്നുണ്ട്. കായ് ഡെവിയുടെ കൈ പിടിച്ച് അവളോട് ഞാൻ നിന്റെ പകുതി ഫോട്ടോ ഡിലീറ്റ് ചെയ്തെന്നും ബാക്കി ഫോട്ടോ രാഗയ്ക്ക് എപ്പോഴാണോ ഫുള്ളായിട്ട് പണിഷ്മെന്റ് കിട്ടുന്നത് അപ്പോൾ ഡിലീറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഫെലി പെട്ടെന്ന് ഫോൺ എടുത്ത് റെക്കോർഡിംഗ് ഓൺ ചെയ്യുന്നു. എന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഫെലിയുടെയും രാഗയുടെയും കുറിച്ച് ആലോചിച്ച് എനിക്ക് ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു എന്ന് ഡെവിന പറയുന്നു. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? നിന്റെ ഫോട്ടോസ് ഞാൻ നെറ്റിലിടണമെന്നാണോ? നിന്റെ പേരൻസ് ആ ഫോട്ടോസ് കാണണമെന്നാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഡെവിന അവനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഫോട്ടോസ് നെറ്റിലിടരുതെന്നും നീ പറഞ്ഞ എന്താണോ ഞാൻ അത് ചെയ്യാമെന്നും. രാഗയോട് പകരം വീട്ടാനുള്ള തനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണ് ഇതെന്ന് കായ് പറയുന്നു. ഇതെല്ലാം ഫിലിം റെക്കോർഡ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് രാഗയുടെ മെസ്സേജ് അവളുടെ ഫോണിൽ വരുന്നുണ്ട്. സൗണ്ട് എല്ലാവരെയും കേൾക്കുകയും ചെയ്യുന്നു. താൻ ഹോസ്പിറ്റലിലെ ഫ്രണ്ടിലുണ്ടെന്നും നീ എവിടെയാണെന്നും രാഗ അവളോട് മെസ്സേജ് ചോദിക്കുന്നു. സൗണ്ട് കേൾക്കുമ്പോൾ ഈ റൂമിൽ മറ്റാരും ഉണ്ടെന്ന് കായ്ക്ക് സംശയം തോന്നുന്നു. അവൻ വന്ന് നോക്കുമ്പോഴേക്കും ഫെലി അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഫെലി റൂമിൻ്റെ വെളിയിലേക്ക് വരുമ്പോൾ നേരത്തെ കണ്ട നഴ്സ് അവളെ കാണുന്നു. ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ ഡെവിനെ കാണാൻ ഒരു വിസിറ്റേഴ്സിനെയും അലോ ചെയ്യില്ലെന്ന്. പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് നഴ്സ് ചോദിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടേക്ക് വരുന്നത് ഞാൻ കണ്ടു. സോ ഞാൻ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണെന്ന് ഫെലി പറയുന്നുണ്ട്. ചെക്ക് ചെയ്യാനായി ആ നഴ്സ് ഡെവിനെ റൂമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവസരം നോക്കി ഫെലി അവിടെ നിന്ന് ഓടുന്നുണ്ട്. നഴ്സ് സെക്യൂരിറ്റിയോട് ഇവളെ പിടിക്കാൻ പറയുന്നു. അവർ അവളെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേക്ക് രാഗി അവിടേക്ക് വരുന്നു.
ഈ സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഫെലി അവൻ്റെ യങ്ങർ സിസ്റ്റർ ആണെന്നും ഇവൾക്ക് ചെറുതായിട്ട് മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്നും അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ടെന്നും രാഘവ് പറയുന്നു. തനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഫെലിക്ക് ദേഷ്യം വരുന്നു. അവൾ അവനെ അടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ആ സെക്യൂരിറ്റി ഗാർഡ്സിന് വിശ്വാസമാകുന്നു ഫെലിക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ടെന്ന്. അവർക്ക് രാഗയെ കാണുമ്പോൾ കഷ്ടം തോന്നുന്നുണ്ട്. നിന്റെ കുഞ്ഞനിയത്തിയെ നീ നന്നായിട്ട് നോക്കണമെന്ന് അവർ രാഗയോട് പറയുന്നു. അവൻ ഫെലിയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കായ് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ടീച്ചർ വന്ന് പ്രിൻസിപ്പൽ റൂമിലേക്ക് പോകാൻ അവനോട് പറയുന്നുണ്ട്. അവൻ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് വരുമ്പോൾ രാഗയും ഫെലിയും ഓൾറെഡി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ ഫെലി കൊണ്ടുവന്ന് ആ റെക്കോർഡിംഗ് ഓണാക്കുന്നു. ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യുന്ന കായ്ക്ക് മനസ്സിലാകുന്നു. ഇത് തൻ്റെ സൗണ്ട് അല്ലെന്നും ഇതെല്ലാം ഫേക്ക് ആണെന്നും കായ് പറയുന്നുണ്ട്. ഞാൻ സ്വയം അവളോട് സംസാരിച്ചു. അവളുടെ ഫോട്ടോസ് ലീക്ക് ആകില്ലെന്ന് എൻഷുർ ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറഞ്ഞു. നീയാണ് അവളെ ബുള്ളി ചെയ്തെന്നും രാഗയെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നീ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നും. പ്രിൻസിപ്പൽ കായെ സസ്പെൻഡ് ചെയ്യുന്നു. രാഗയും ഫെലിയും ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇവർ രണ്ടുപേരുടെയും ബോണ്ടിങ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ ഫെലി സ്കൂളിൽ നിൽക്കുമ്പോൾ രാഗ അവളുടെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ഡ്രിങ്ക് കൊടുത്ത് തന്നെ ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നുണ്ട്. അവൾ ആ ഡ്രിങ്ക് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ക്ലോയും ഫ്രണ്ട്സും അവിടേക്ക് വരുന്നുണ്ട്. ഇവരിത്രയും ക്ലോസ് ആയി കാണുമ്പോൾ ക്ലോയ്ക്ക് ഒരുപാട് ജലസി ഫീൽ ചെയ്യുന്നു. സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ആകാൻ തനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ഫെലി പറയുന്നു. നീ ഇന്ന് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നു. എൻ്റെ ബ്രദേഴ്സ് എല്ലാം എന്നെ വെയിറ്റ് ചെയ്ത് വെളിയിൽ നിൽക്കുകയാണെന്ന് രാഘവ് പറയുന്നു. ഫെലി സമ്മതിക്കുന്നുണ്ട്. അവൾ അവൻ്റെ കൂടെ പോകുന്നു. ഇതെല്ലാം കാണുമ്പോൾ ക്ലോയ്ക്കും ഫ്രണ്ട്സിനും ഒട്ടും ഇഷ്ടമാകുന്നില്ല. അവരും ഇവരുടെ പുറകെ വരുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ഫെലി രാഘയുടെ മാത്രമല്ല എല്ലാ ബ്രദേഴ്സിനോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവരെല്ലാം ഫെലിയെ നന്നായി ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഫെലി അവരുടെ കൂടെ ഒരുമിച്ച് പോകുന്നത് കാണുന്നു. ക്ലോയ്ക്ക് ഇതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ എന്തോ ആലോചിച്ചിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീക്കിൽ സ്കൂൾ ട്രിപ്പിന് വരുന്നു എന്ന് ഫ്രണ്ട്സിനോട് ചോദിക്കുന്നുണ്ട്. വരുന്നു, പക്ഷെ നീ എന്താ പെട്ടെന്ന് ഈ കാര്യം ചോദിച്ചെന്ന് ഫ്രണ്ട്സ് ചോദിക്കുന്നു. ക്ലോയ് കണ്ണിങ് സ്മൈൽ ചെയ്യുന്നുണ്ട്.